നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോട്ടയത്തെ പള്ളിക്കത്തോട്ടിൽ യുവാവിന്റെ കൊലപാതകത്തിൽ ഭാര്യയ്ക്കും പങ്കെന്ന് പോലീസ്. യുവാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ കാമുകനൊപ്പം കൊല്ലപ്പെട്ട യുവാവിന്റെ ഭാര്യയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. പള്ളിക്കത്തോട് പാതുവ തെക്കേക്കുന്നൽ രതീഷാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് അകലക്കുന്നം ആലേക്കുന്നേൽ വീട്ടിൽ ശ്രീജിത്ത് MGയെ പള്ളിക്കത്തോട് പോലീസ് സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. ഈ കേസിലാണ് ഇപ്പോൾ കൊല്ലപ്പെട്ട രതീഷിന്റെ ഭാര്യ മഞ്ജു ജോണിയെയും പള്ളിക്കത്തോട് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഇൻസ്പെക്ടർ KP ടോംസന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മഞ്ജുവും പ്രതിയായ ശ്രീജിത്തും തമ്മിൽ നേരത്തെ ബന്ധമുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് ശ്രീജിത്തും രതീഷും തമ്മിൽ തർക്കമുണ്ടായി. നാട്ടിൽ ഇത് ചർച്ചയായി. ഇതോടെ മഞ്ജു വിദേശത്തേക്ക് പോയി. തുടർന്ന് ഇരുവരും തമ്മിൽ ഫോണിലൂടെ ബന്ധം സൂക്ഷിച്ചിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. സംഭവ ദിവസം ഒരു മരണ വീട്ടിൽ വെച്ച് ശ്രീജിത്ത് രതീഷിനെ കണ്ടു. ഇത് മഞ്ജുവിനെ മെസ്സേജ് അയച്ച് അറിയിക്കുകയും ചെയ്തു. എനിക്ക് അവനെ ഇഷ്ടമാകുന്നില്ല, ഞാൻ എന്ത് ചെയ്യണം എന്ന ശ്രീജിത്തിന്റെ ചോദ്യത്തിന് നീ എന്തേലും ചെയ്യുന്ന മറുപടിയായിരുന്നു മഞ്ജു നൽകിയത്. ഇതോടെ രതീഷിനെ കൊലപ്പെടുത്താൻ ശ്രീജിത്ത് തീരുമാനിക്കുകയായിരുന്നു. തുടർന്ന് രാത്രിയിൽ ശ്രീജിത്ത് രതീഷിനെ കമ്പും വടിയും അടക്കം ഉപയോഗിച്ച് ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസ് കേസ്. രാത്രി തന്നെ പ്രതിയെ പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇത് അറിയാതെ ഇരുന്ന മഞ്ജു രാത്രി മുഴുവൻ ചാറ്റിംഗ് നടത്തിക്കൊണ്ടിരുന്നു. കൊലപാതക വിവരമടക്കം ശ്രീജിത്ത് മഞ്ജുവിനെ അറിയിച്ചിരുന്നു. തുടർന്ന് വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടുന്ന വിവരമടക്കം മഞ്ജു ശ്രീജിത്തിന് മെസ്സേജ് ചെയ്തു. ഈ സമയം എല്ലാം ശ്രീജിത്ത് പോലീസ് കസ്റ്റഡിയിലായിരുന്നു. ഒടുവിൽ മഞ്ജു നാട്ടിൽ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. മാറി നിന്ന് മാത്രം മൃതദേഹം കണ്ടാൽ മതിയെന്നായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. ഒടുവിൽ ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദിന്റെ നേതൃത്വത്തിൽ പ്രതിയെ ചോദ്യം ചെയ്തതോടെയാണ് കുറ്റം തെളിഞ്ഞത്. തുടർന്ന് ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വണ്ടി കയറി കൂടെ പറഞ്ഞ മാറ്റിരിക്കും. വണ്ടി ഓടിക്കാനായിട്ടാരാ